Welcome to Kegzi Food Corner. Discover authentic Malabar and Kerala recipes. New videos every week. Subscribe and join us. ഹായ് എല്ലാവർക്കും കേക്സി ഫുഡ് കോർണറിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ കടുമാങ്ങക്കറിയാണ്. ഇപ്പം മാങ്ങയുടെ സീസൺ ഒക്കെ ആണല്ലോ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, മാങ്ങയിൽ നമുക്ക് ഫസ്റ്റ് കടുമാങ്ങക്കറി സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് അതിനാവശ്യമായ ഇൻഗ്രീഡിയൻറ്റ് എന്തൊക്കെയാണെന്ന് നോക്കാം. 2 വലിയ മാങ്ങ എടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് പഴുത്ത് വരുന്നുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് ചെനച്ച മാങ്ങ എടുക്കാം, അല്ലെങ്കിൽ പച്ചമാങ്ങ എടുത്താലും പ്രശ്നമില്ല. പിന്നെ 1/2 ടീസ്പൂൺ ഉലുവ എടുത്തിട്ടുണ്ട്, ഒരു വലിയ തക്കാളി അരിഞ്ഞത്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 2 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞത്, കരിവേപ്പിൻ്റെ ഇല എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 കപ്പ് പുളി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യമായ മസാലകൾ വേണ്ടത് മഞ്ഞൾപ്പൊടി വേണം, മുളക് പൊടി വേണം, ഉപ്പ് വേണം. ഇത്രയും മാത്രം നമുക്ക് എന്താവശ്യമുള്ളൂ, മസാലകൾ ആവശ്യമുള്ളൂ. അപ്പൊ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. നമ്മളിത് മൺചട്ടിയിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. മൺചട്ടിയിൽ ഉണ്ടാക്കുമ്പോൾ ടേസ്റ്റ് ഡിഫറെൻ്റ് ആയിരിക്കും, നല്ല ടേസ്റ്റ് കിട്ടും. സാധാരണ നമ്മൾ കുക്കറിലൊക്കെ ഉണ്ടാക്കുമ്പോൾ ടേസ്റ്റ് ഒരു വേറെ ടേസ്റ്റ് ആയിരിക്കും വരാം. അപ്പം മൺചട്ടിയിൽ തന്നെ നിങ്ങൾ എന്താ ചെയ്യുക, ഉണ്ടാക്കുന്ന സമയത്ത്, ട്രൈ ചെയ്യുന്ന സമയത്ത് മൺചട്ടിനെ ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് ഈ മൺചട്ടിയിലേക്ക് എന്ത് ചെയ്യാം, മാങ്ങ ഇട്ട് കൊടുക്കാം. അതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവ, ഒരു വലിയ തക്കാളി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 2 പച്ചമുളക്, പിന്നെ കരിവേപ്പിൻ്റെ ഇല, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഈ ഒരു ടീസ്പൂൺ എടുത്തിരിക്കുന്നത്, അതിന് ഒരു 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഉപ്പ് പാകത്തിന് ഇട്ട് കൊടുക്കാം. 1/2 കപ്പ് പുളി എടുത്തിട്ടുണ്ട്, പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ മാങ്ങ വേവാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് വെള്ളം എടുക്കണം. ഇത് ഇത്രയും വെള്ളം ഉപയോഗിച്ചിട്ട് മിക്സ് ചെയ്യാം. ഇത്രയും വെള്ളം ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നല്ല രീതിയിൽ ഒന്ന് കലക്കി കൊടുക്കാം. ഇത് മാങ്ങ വേവാനുള്ള വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്കിത് വേവിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ഇടണം. അപ്പം ഇത് നേരത്തെ പറഞ്ഞതിൽ പഞ്ചസാര ചേർത്തിട്ടില്ല. അതുപോലെ വറവിടാൻ വേണ്ടി കടുകും പിന്നെ മുളകും പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ആവശ്യമുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം നമുക്ക് ഈ മാങ്ങ ഒന്ന് വേവിച്ചെടുക്കാം. ഒരു 15 മിനിറ്റ് നമുക്ക് എന്ത് ചെയ്യാം, വെയിറ്റ് ചെയ്യാം. അപ്പത്തേക്ക് ഈ മാങ്ങൊക്കെ നല്ലപോലെ വെന്ത് ഈ വെള്ളം എല്ലാം കുറച്ച് വറ്റി വരും. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യണം, പഞ്ചസാര ഇട്ട് കൊടുക്കണം. അപ്പൊ നമുക്ക് അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. നമുക്കിത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റ് ആണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. നിങ്ങൾ വിചാരിക്കും ഇതിൽ തക്കാളി ഇട്ടത് കൊണ്ടും പുളി ഇട്ടത് കൊണ്ടും, മാങ്ങയും പുളിയാണ്, തക്കാളിയും പുളിയാണ്, ഈ പറഞ്ഞ മാതിരി പുളിയും പുളിയാണ്. ഇത് മൂന്നും വരുമ്പോൾ ഭയങ്കരമായ പുളി ഉണ്ടാവുമെന്ന് വിചാരിക്കും. പക്ഷെ അത്രയൊന്നും പുളി ഉണ്ടാവില്ല. നിങ്ങൾക്കത് ഉണ്ടാക്കി നോക്കുമ്പോൾ മനസ്സിലാവും, നല്ല ടേസ്റ്റ് ആണ്. അപ്പൊ നമുക്ക് ഒരു 15 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. അപ്പൊ നിങ്ങൾ കാണുന്നുണ്ടാവും, നമ്മൾ വെച്ചിരിക്കുന്ന വെള്ളം, മാങ്ങ വേവാൻ വേണ്ടി വെച്ചിരുന്ന വെള്ളം എല്ലാം നല്ല രീതിയിൽ വറ്റിയിട്ടുണ്ട്. ഇപ്പൊ നല്ല കുറുകി വന്നിട്ടുണ്ട്. അപ്പൊ ഇതിലേക്ക് നമുക്ക് എന്ത് ചെയ്യണം, പഞ്ചസാര ഇട്ട് കൊടുക്കണം. പഞ്ചസാര വേണമെങ്കിലും ഇടാം, അതല്ലെങ്കിൽ ശർക്കര വേണമെങ്കിൽ നിങ്ങൾക്ക് ഇടാം. ഏതാണോ നിങ്ങൾക്ക് വേണ്ടത് അതനുസരിച്ചിട്ട്, മധുരം അനുസരിച്ച്, ഇഷ്ടമുള്ളത് അനുസരിച്ച് നിങ്ങൾക്ക് ഇടാം. ഞാനിതിൽ പഞ്ചസാരയാണ് ഇടുന്നത്. മാങ്ങ നല്ല രീതിയിൽ വെന്തിട്ടുണ്ട്. കുറച്ച് മാംസമുള്ള ടൈപ്പ് മാങ്ങയാണിത്. അപ്പം ഇത് നല്ലവണ്ണം ഒടിയുന്ന നിങ്ങൾക്ക് കാണാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാണ്. എന്നിട്ട് നിങ്ങളൊന്ന് മധുരം നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, മധുരവും പുളിയും ഉപ്പും എല്ലാം നമുക്ക് അതിൽ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടാവും. കൂടുതൽ മധുരം നിൽക്കരുത്, കുറച്ച് പുളിയും ഉണ്ടാവണം, അതുപോലെ തന്നെ കുറച്ച് എരിവും. ആ ഒരു രീതിയിൽ വേണം നമുക്ക് ഈ കടുമാങ്ങക്കറി കിട്ടാൻ. അപ്പോഴാണ് ഇത് നല്ല കറക്റ്റ് ടേസ്റ്റിൽ കിട്ടുക. അപ്പൊ നമ്മുടെ കടുമാങ്ങക്കറി പഞ്ചസാരയൊക്കെ ഇട്ട് എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇതൊന്ന് വറവിടണം. അപ്പൊ നിങ്ങൾ കാണുന്നുണ്ടാവും, പെട്ടെന്ന് ഒരു 10 മിനിറ്റ് ടൈം മതി ഈ കടുമാങ്ങക്കറി ഉണ്ടാക്കാൻ. ഒരുപാട് ടൈം ഒന്നും വേണ്ട. 10 മിനിറ്റ് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, കടുമാങ്ങക്കറി ഉണ്ടാക്കാം. അപ്പൊ നമുക്ക് അടുത്തത് നമുക്ക് വറവിടാം. ഇപ്പൊ ഒരു പാൻ വെച്ചിട്ടുണ്ട്, അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വറവിടാൻ വേണ്ടിയിട്ട് അതിലേക്ക് കടുകും പിന്നെ ആണെങ്കിൽ ചുവന്ന മുളകും വേണം. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി വരുന്നുണ്ട്, അതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ നമുക്കൊരു 3 മുളക്, ഈ ഉണക്കമുളക് നമുക്ക് എന്ത് ചെയ്യാം, ഇട്ട് കൊടുക്കാം. മുളക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ കരിവേപ്പിൻ്റെ ഇലയും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പം നമുക്ക് വറവ് ഒഴിച്ച് കൊടുക്കാം.
അങ്ങനെ ഫൈനലി നമ്മുടെ കടുമാങ്ങക്കറി റെഡി ആയിട്ടുണ്ട്. അപ്പം എല്ലാവരും കണ്ടിട്ടുണ്ടാവും. പെട്ടെന്ന് തന്നെ നമ്മൾ ഉണ്ടാക്കിയതാണ്. ഒരു 15 മിനിറ്റ്, മാക്സിമം 15 മിനിറ്റ് മതി. അതിനുള്ളിൽ നമുക്ക് എന്ത് ചെയ്യാം, നല്ലൊരു കടുമാങ്ങക്കറി ഉണ്ടാക്കാം. നല്ല എരിവും പുളിയും മധുരവും എല്ലാം ചേർന്നുള്ള നല്ല ടേസ്റ്റ് ആയിട്ടുള്ള കടുമാങ്ങക്കറി നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിലുണ്ടാക്കാം. ഇനി മുതൽ മാങ്ങ സീസൺ ആണ്. അപ്പം നമുക്ക് കുറേ മാങ്ങ വീട്ടിലുണ്ടാവും. അപ്പം നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കടുമാങ്ങക്കറിയാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പം നിങ്ങൾ എല്ലാവരും സപ്പോർട്ടും വേണം. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.